ഒന്ന് പറയണ്ട ഡാനി. അച്ചാച്ചോ, എടാ ഡാനി, നീ എന്നാണ് വിളിച്ചിട്ട് കേക്കാത്തെ? ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. ആണോ? ഞാൻ വരുവാ. നീ ചെന്നേച്ചേ തീത്തമ്മച്ചോട് എന്നേലും കുടിക്കെടുക്കാൻ പറ. നീയും വാ. ആ ഞാൻ വരുവാ. കുഞ്ഞാപ്പി, നിനക്ക് താങ്ങാൻ പറ്റുന്നേ കർത്താവ് തരത്തുള്ളേ, അല്ലാത്ത നീ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാ. മോന്ത കഴുകിട്ട് താഴോട്ട് വന്നാ മതി. കുഞ്ഞാപ്പി, എന്നാടാ പറ്റിയേ? എന്റെ പൊന്ന് വിഷമിക്കാതെ വന്നേ. വരുവാന്നേ. കാറി അപ്പാപ്പ എടുത്തോ. എലി ഏതാണ്ട് കിണ്ടിയുള്ള പോലെ കാറിനകത്ത്. മഴയില്ലായിരുന്നു കുഞ്ഞോളെ. താക്കോലെന്തി? താഴെ കൊണ്ടെടുത്തുകൊണ്ട് വെച്ചേക്കല്ലേ. പിന്നെ എനിക്ക് കിടന്ന് തപ്പാൻ വയ്യ. മര്യാദക്ക് മുറി കൊണ്ടുവെക്ക്. വെക്കാം. എന്റെ പൊന്ന് താഴോട്ട് വാ. മുഖം കഴിയിട്ട് വന്നോളാം. നീ ചെല്ലേ ചെന്നിട്ട് തീത്തമ്മച്ചോട് പറ. ശരിയേ. കരയില്ലേ? ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. ഞാൻ താഴോട്ട് പോവാ. ഞാൻ വിളിക്കാം. എനിക്ക് സംസാരിക്കാനുണ്ട്. എന്നെ ചേട്ടായി നോക്കുന്ന ഫയലൊക്കെയാണോ? ചേട്ടായിലും കുടിച്ചോ? നീക്കേ തീത്തമ്മച്ചോട് ഞാൻ പറയാം. എന്നെ ചേട്ടയ്ക്ക് കുടിക്കാൻ വേണ്ടേ? ഇറ്റ്സ് ഓക്കെ. അയ്യോ, അതെന്നാ വർത്താനോ? ചേട്ടയുടെ പേരെന്നാ? ഷിജു. സാറിന്റെ? ഞാൻ യുവമറിയം മാത്യു. എന്റെ അച്ചാച്ചനാ. ചേട്ടായി ഫയലൊക്കെ നോക്കേ, ഞാൻ കുടിക്കാൻ എടുത്തോണ്ട് വരാം. ശരി. തീത്തമ്മച്ചി ഷിജുചേട്ടയ്ക്ക് ചായ എടുത്തോ? ചേട്ടാ പാടേ. ഏത് ചേട്ടായി? ചായ എടുത്തോ? കാപ്പി എടുത്തേ. എന്നതാ കാപ്പിയാന്ന് കൊടുക്കുന്നേ? എടി മറിയ, പാൽ കാപ്പിയാ, ബ്രൂ. ഷിജുചേട്ടയ്ക്ക് ഇഷ്ടമാണോ കാപ്പി? അയ്യോ, എന്നാ പോയി ചോദിച്ചാൽ ഇട്ട് കൊടു ഇഷ്ടമുള്ളത്. കാലാന്ന് ഞങ്ങൾ കുഴഞ്ഞു മറിയുക. കാലിന് വയ്യ ഒരിടത്ത് ഇരിക്കണം. എന്നാ നിന്റെ അപ്പനെ ഇങ്ങോട്ട് വിളിക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു കൊടുക്കുവേ. എന്നങ്ങ് പറ. ഇപ്പൊ എന്നെ മുക്കി കേട്ടു. ഡാൻസിന് ചായ എടുത്തില്ലേ? ഓ, എല്ലാ അച്ഛനും എടുത്ത്. നീ വന്നേ മറിയേ. കുഞ്ഞിനെന്നാ പറ്റിയേ? എന്നാ? നീ അവനെ ശ്രദ്ധിച്ചില്ലയോ? പ്രസരിപ്പ് ഉന്മേഷം ഒന്നും ഇല്ലല്ലോ മോന്തയ്ക്ക്. എവിടാണെന്നും എല്ലാം പറഞ്ഞോ? എന്നോട് ഒന്നും പറഞ്ഞില്ല. എടി മറിയേ, കള്ളം പറയല്ലേ. എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നേലും ഏടാകൂടത്ത് ചാടിയ ചാന്നോ വരവ്. വല്ല അടിപിടി കേസ് വന്നില്ല. എന്റെ കർത്താവ് എബ്രഹാം വന്നിച്ചിനി അതിന്റെ ബഹളമായിരിക്കും. അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഷർട്ട് ഊരിയപ്പോ ഞാൻ ദേഹത്തൊക്കെ നോക്കിയതാ, ഒന്നും ഇല്ല. അങ്ങനെയാന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചേനെ. പിന്നെ എന്നെ തന്നു. സോത്രത്തെ ചോദിക്കണം രാത്രിയില്. ഞാനിതുകൊണ്ട് കൊടുക്കട്ടെ, അല്ല ഇപ്പൊ ഇങ്ങോട്ട് വരും. താങ്ക് യു ആൻറ്റി.
മെസ്സേജ് ഉണ്ടായിരുന്നോ? കേട്ടു. എന്നാ പരിപാടി? കിടക്കുക. കരച്ചിലൊക്കെ കഴിഞ്ഞോ? കുറെ കരഞ്ഞല്ലോ. ഞാൻ സഹിച്ചോളാം. എനിക്കെന്നായാലും വേണ്ട ഉത്തരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അറിയാനുള്ള കൊതി കൊണ്ടാണ് എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് ഒരിക്കലും ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളോട് ചോടുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ അറിയാവുന്ന ഡാനിയുടെ ഒരു മുഖമുണ്ട്. അത് സംരക്ഷിക്കാനാണ് ഇപ്പോഴും. നിനക്ക് എന്നതാ വേണ്ടേ? ഉത്തരങ്ങളാണോ ചോദ്യങ്ങളോ? ഡാനിയുടെ ഉത്തരങ്ങൾക്ക് നിന്റെ ബുദ്ധി പോരാതെ വരും. ചോദ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് കൂട്ടിക്കിട്ടാൻ പ്രാർത്ഥിച്ചു പോകും. ശരിയാ, ഡാനിയുടെ ഉത്തരങ്ങളൊന്നും മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവുകയല്ലോ. സത്യം, ഡാനി ആർക്കും മനസ്സിലാവുകയല്ല. ഇത്രയും വർഷമായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കാതിരിക്കുന്നില്ലയോ നല്ലത്? അതാ പറഞ്ഞത്, മനസ്സിലാവുകയില്ല. അതുകൊണ്ട് സ്നേഹിച്ചതും ചെയ്തതും പ്രവർത്തിച്ചതൊന്നും ഇല്ലാതാവുകയില്ലല്ലോ. എനിക്കൊന്നും മറക്കാൻ പറ്റുകയില്ല ഡാനി. എനിക്കും മറക്കാൻ പറ്റുകയില്ല. വേണ്ട ഡാനി. കഥ ലോക്കാന്നോ? ഇങ്ങനെ ചോദിക്കാതെ. വീഡിയോ കോൾ ചെയ്. വീഡിയോ കോൾ ചെയ്യടി. ശബ്ദം പുറത്തോട്ട് പോവല്ല. എൻ്റെ കൊച്ചിൻ്റെ പേടിയും ടെൻഷനും വെപ്രാളമൊക്കെ കാണുമ്പോൾ അന്നും മഴയായിരുന്നല്ലയോ? ജൂലൈ 27 ട്രീസിൻ്റെ ഉള്ളിലോട്ട് ടോണി ഹാളിൽ നിന്നിറങ്ങിയ മഴ. മുന്തിരിച്ചാറിനേക്കാളും വീട് വരുന്നതിൻ്റെ ട്രീസയ്ക്ക്. അന്നൊക്കെ മുന്തിരിച്ചാറിനെ സ്നേഹിച്ച് കൊണ്ടുവരാൻ തോന്നിയ അവസാനിപ്പിക്കാതെ ഞാൻ നിർത്തിയിട്ടുണ്ടോ ട്രീസ? അന്നത്തെ നിന്റെ ആവശ്യമല്ല ഇന്നത്തെ ആവശ്യം. അന്നത്തെ നീ അല്ല ഇന്നത്തെ നീ. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതിനാണോ തെറ്റ്? ട്രീസ, നീ എൻ്റെ നല്ല കൊച്ചല്ലയോ? നീ ആഗ്രഹിച്ചോ? തെറ്റല്ല. നീ ആഗ്രഹിക്കുന്നതൊന്നും തെറ്റല്ല. നീ മാത്രം കണ്ടിട്ടുള്ള ഡാനിയുടെ മുഖത്തിന് കൂടെ കൊണ്ട് പൂർത്തീകരിക്കാൻ നീ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? യഥാർത്ഥ രസം ഇനിയല്ലയോ വരുന്നേ? ഇപ്പൊ നിന്റെ
നിന്റെ ശരീരത്തിനറിയാം നിനക്ക് എന്നതാ വേണ്ടതെന്ന്. കാരണം അത് പാകമായ മാതളം പോലെ കടുത്ത് ചുവന്ന് നിൽക്കുക. നീ കീഴടങ്ങി നിൽക്കുക. വിശുദ്ധമായ ഒരു കീഴടങ്ങൽ അനുഭവിക്കാൻ നീ വിധിക്കപ്പെട്ടതാ. അനുഭവിക്കണം ട്രീസ. നീ അതിനല്ലേ കുതിക്കുന്നേ. പച്ച മാംസത്തിൽ ഉപ്പും വിയർപ്പും കഴിക്കാൻ നീ നിന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അല്ല ഡാനി, ഒന്ന് മതിയാക്ക്. അല്ല അങ്ങനല്ല. നീ കുടിക്കുന്നത് നിന്റെ വയറ്റിൽ കിടക്കണം. അല്ലാതെ എന്നെ ശത്രുവിനോട് സംസാരിക്കുന്നില്ല, ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത്. ഒരിക്കലും അല്ല ട്രീസ. ശത്രുക്കളുടെ പോലും വൈകാരികമായൊരു കണക്ഷനുണ്ട്. വെറുപ്പും കയ്പും തികഞ്ഞത്. എനിക്കിപ്പോ അടുത്ത് വന്ന് സംസാരിക്കാൻ തോന്നുന്നു. കഴുത്തിലും ചുണ്ടിലും ചൂട് ശ്വാസം തട്ടുന്നത് പോലെ എനിക്ക് കാണാം. അത് പഠിച്ചെടുക്കുമ്പോൾ നിന്റെ കണ്ണിലുണ്ടാവുന്ന വേദന, പേടി, അതിൻ്റെ സുഖമാ. എന്നെ ചെയ്യാനും ചതിച്ചു. അതുകൊണ്ട് അഭിനയത്തിൻ്റെ വലിയൊരു മൂല്യം എനിക്ക് നഷ്ടമായി. മതിയൊക്കെ ഡാനി, നിർത്തടാനി എന്ന് യാചിക്കുക. നീ ഇങ്ങനെ ഡാനിയുടെ മുന്നിൽ പതറി തോറ്റു നിൽക്കുന്നത് ഒരു വല്ലാത്ത കിക്കാടി പെണ്ണെ. എങ്ങനാണ് എന്നോട് ഇങ്ങനെ പറയാൻ തോന്നുന്ന നിനക്ക്? നിന്നെ കൊല്ലാനല്ല ട്രീസ, പച്ചക്ക് തിന്നാനാ എനിക്കിഷ്ടം. ഇനി എത്ര രുചിച്ചാലും പുറത്തെ മധുരത്തിനകത്ത് കയ്പിൻ്റെ കലർപ്പ് ചുവയ്ക്കുന്നു ട്രീസ. തൊടാതെ വെച്ചിരുന്ന മാതളപ്പഴ ഉള്ളിൽ നിന്ന് അഴുകി തുടങ്ങുന്നത് പോലെ നിന്റെ അകത്തെ അഴുക്ക് പുറത്തെ മധുരത്തിൻ്റെ വീര്യം കുറച്ചു. ഇനി ഒന്നും കേൾക്കാൻ വയ്യ. നിന്നെ ഭ്രാന്ത് പിടിച്ചൊരു മധുരവാർത്തന്നെ എനിക്ക് ഇനിയും വയ്യടാ കേക്ക്. നീ നിന്നെ തന്നെ വയ്യാതാക്കാതെ ട്രീസ. ഞാൻ ആഴത്തിലിറങ്ങുമ്പോൾ നീക്ക് കൊള്ളിയില്ലാതെ നിനക്ക് ശ്വാസം മുട്ടും. അപ്പോൾ ഉണ്ടാകുന്ന പടവിൻ്റെ മുറിവ് അത്തിപ്പഴം ഫോണെടുത്ത് ഞാൻ മതിയാക്കാതെ നീ തളരല്ല ട്രീസ. അന്ന് ഇന്ന് നിനക്ക് ഡാനിയെ താങ്ങാൻ പറ്റുന്നില്ലല്ലോ. അത് ഞാൻ ഡാനി, സാറ, എബ്രഹാം ആയതുകൊണ്ടാണോ? ആണ്. ക്രൂരനാക്കുവാനി പൈശാചികളെ പോലെ. അത് എൻ്റെ പിടി മുറുകിയപ്പോൾ നിനക്ക് തോന്നിയ വികാരവാ. അതുകൊണ്ട് നീ ആഗ്രഹിച്ച സുഖം ഇപ്പം കിട്ടുന്നില്ലേ? ഇല്ല ട്രീസ. എത്ര ദേഷ്യം കാണിച്ചാലും എപ്പോഴെങ്കിലും നേരത്തെ പോലെ ആകുമെന്ന് പ്രതീക്ഷിച്ചു. അതാണ് പിന്നെ ചോദിച്ചു. പഴയ പോലെ നിൽക്കും. പഴയ പോലെ എന്നോട് പഴയത് പുതിയതെന്നും പറഞ്ഞ് മനുഷ്യൻ മാറുകയല്ല ട്രീസ. അവൻ്റെ ഉള്ളിൽ അടിസ്ഥാന സാഹചര്യം അനുസരിച്ച് അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് മാറ്റം വരുന്നത്. എൻ്റെ ചുണ്ട് നക്കി നിന്റെ വികാരങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലായത് കൊണ്ടാണ് നീ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തു
നിന്റെ ശരീരത്തോടുള്ള നിന്റെ തെറ്റായ ചിന്തയെ ഞാൻ തിരുത്തും. കൊട്ടയിലുള്ള മാതളത്തിൻ്റെ അല്ലികൾ ഇപ്പം ചീഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും തുള്ളിക്കുടയും പറ്റും. അതിന് മധുരമില്ലാതെന്ന് നിനക്ക് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. പിന്നെങ്ങനെയാ അതിനോട് അറപ്പും വിറപ്പും തോന്നുന്നേ? എന്നാ പൊന്നെ, ചുണ്ടൊക്കെ വിറയ്ക്കുന്നുണ്ടോ? ആകെ വിയർത്ത് കരഞ്ഞ് കലങ്ങി തൊടയെടുക്കൊക്കെ നനഞ്ഞു. നിന്റെ കഴുത്തി മുറുകും നിന്റെ കൈ പിടിക്കാൻ പറ്റുകയില്ല ട്രീസ. ലക്ഷ്യബോധത്തോടെ നിന്റെ കണ്ടെത്തും. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നീണ്ട വിരലിലൊതുങ്ങി ആ വളവിലെ വിയർപ്പിനെ പിടിച്ചെന്നിരിക്കും. ട്രീസ, എനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ആർക്ക്? നിനക്ക്. ഞാൻ കട്ട് ചെയ്യുക, ഞാൻ കോള് കട്ട് ചെയ്യുക. എനിക്ക് ഉറപ്പ് തോന്നുന്നു നിന്നോട്. കട്ട് ചെയ്യടി. എനിക്കൊന്നും വേണ്ട ഡാനി, ഒന്നും വേണ്ട. മനസ്സിലാക്ക, എനിക്കത് മാത്രമല്ല വേണ്ട, ഞാനത് മാത്രമല്ല ആഗ്രഹിക്കുന്നത്. ഞാനതല്ല. പെൺകുച്ചുങ്ങളെ ഞാൻ കിടന്ന് കരയില്ല, അത് കൊള്ളുകയില്ല. പക്ഷെ നിന്റെ ഈ കണ്ണുനീരിന് ഉപ്പിനെക്കാട്ടിലും മധുരമുണ്ട്. എങ്ങനെയും രക്ഷപ്പെടാൻ തോന്നുന്ന വിധത്തിൽ എൻ്റെ അടിയിൽ കിടന്ന് ഞെരുങ്ങി കാറുന്നതിനേക്കാൾ ആഴമുണ്ട്. ഇനി വൈകിടാനി, നീ ഒന്ന് ഉറക്കെ ദേഷ്യപ്പെട്, ചെയ്തെങ്കിലും പറ. എന്റെ തെറ്റ് ഞാനിനി ചോദിക്കത്തില്ല. ചോദിക്കത്തില്ല. ഇനി ഇത് ആവർത്തിച്ച ലക്ഷ്യബോധത്തോടെ നീങ്ങിയ എൻ്റെ വിരലുകൾക്ക് ഇനി അതില്ലാതാകും. മാതളം നടുവെ വിടർത്തി അതിനകത്തോട്ട് വിരല് കയറ്റി കറുത്ത് ചീഞ്ഞ അരി പിഴിഞ്ഞ് അതിൻ്റെ കയ്പ് ഞാൻ നിന്നെ തന്നെ കുടിപ്പിക്കും. നെഞ്ചു പൊട്ടി ഹൃദയം പുറത്ത് വരുന്ന വരെ തോന്നുവാണെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, പാപത്തിൻ്റെ കറയെവിടാണെന്ന്. പൊന്നെ, ചെന്നാ നോക്ക്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിന്റെ നഗ്നതയ്ക്ക് നീ ആവശ്യപ്പെടാതെ കിട്ടുന്ന ചുംബനത്തിന് വേണ്ടിയോ ജിയ വന്നത്? ജിയ മുഖമൊക്കെ കഴുകി മേനയ്ക്ക് ചെന്ന് വാതിലോർക്കാം. മിസ്സിസ് ഡാനി പതറല്ലേ, ഡാനിയുടെ മുന്നിലല്ലാതെ. ചെന്ന് തുറന്നു കൊടുക്കുക.
ഇതെന്തൊരു സമയമായി കൊച്ചേ? കൂളിമേൽ അടിച്ചിട്ട് 1/2 മണിക്കൂറായല്ലോ. സോറി. എന്നെ സോറി? നീ എന്നെടുക്കും എന്നോത്ത് കരയുമായിരുന്നോ? അല്ല. ഹായ് ഡോക്ടർ. ഹായ്. അനുവിന് ഇന്ന് ഓഫ് ഡ്യൂട്ടിയാ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ആ, നിങ്ങൾ സംസാരിക്കേ. നീ അവിടെ പോവാ? അല്ല ഇതെന്നെ പറഞ്ഞില്ലല്ലോ. എന്നതിനാ കരഞ്ഞേ? എനിത്തിങ് ഇഷ്യൂ? ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കാണുമ്പോൾ അറിയാലോ. അല്ല അനു? യെസ്. ഞാൻ പറഞ്ഞില്ലേ ജിയ, ഒന്നുമില്ല. എനിക്ക് നല്ല തലവേദനയുണ്ട്. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കിടക്കട്ടെ. ഓക്കെ. ഹാ, അപ്പൊ അത് തന്നെ സംഗതി. നീ കരഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ അതിന് പിന്നീട് ഡാനിയായിരിക്കും. ഞാൻ കരഞ്ഞിട്ടില്ല, എനിക്ക് തലവേദനയാ, കിടക്കുമായിരുന്നു. പിന്നെ നീ ആദ്യം നിന്റെ മുഖം ഒന്ന് കണ്ണാടിച്ച് നോക്ക്. ജിയ, ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ട വിഷയമല്ലത്. ബോയ് ഫ്രണ്ട് ഇഷ്യൂ ആണോ? അയ്യോ, ബോയ് ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞ് താഴ്ത്തില്ലേ, അവളുടെ എല്ലാം. ജിയ സ്റ്റോപ്പ്. ഡോണി എന്നെ വിളിച്ചിട്ട് പോലുമില്ല. ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് വേണം പറയാൻ. അതിന് ഞാൻ കൂടുതൽ എന്നാ ചോദിച്ചേ? നിങ്ങൾ വഴക്കുണ്ടാക്കിയെന്നല്ലേ ചോദിച്ചോളൂ. നിനക്ക് പറയാൻ മേലെ വേണ്ട, പോയി അനുഭവിക്കും. ജിയ, എന്റെ മാനസിക നില തെറ്റി നിൽക്കുക. വെറുതെ നീ. ഹലോ. എന്നെ ഈ നേരത്ത് എന്നെ വിട്ട് ശബ്ദത്തിനൊക്കെ നീ വീട്ടിലാന്നോ? പിന്നെ ഞാൻ ഈ നേരത്തെ എവിടെ പോകാനാ? ദേ ഒരുത്തൻ കീറിച്ചയോടെ കീറിച്ച ഉറക്കിട്ട് ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. എനിക്ക് പേടിയാകുക. എന്നാ കാര്യം പറ കുഞ്ഞെ. ചുമ്മാ കിടന്ന കരയല്ലേ, എന്റെ കയ്യിൽ വാങ്ങും. എനിക്ക് മരിക്കാൻ തോന്നുന്നു. എന്നതൊക്കെ പറയുന്നേ? എന്റെ ഈശ്വരേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷമം വരുമ്പോ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞേക്കില്ലെന്ന്. എങ്ങനെ പോയി ചെയ്യും? എന്നാടാ കരയാതെ. ചേച്ചി വരണോ? ചാച്ചയെ വിളിച്ച് പറയണോ? വേണ്ട വേണ്ട. എന്നതാ കുഞ്ഞെ? ചാച്ച എന്നെല്ലാം പറഞ്ഞിട്ടാന്നോ? അതോ മമ്മി എന്നെല്ലാം പറഞ്ഞോ? രാനിയാണോ? ആന്നല്ലേ, ഞാൻ അവനെ വിളിക്കട്ടെ? വേണ്ട. നീ പറയൂ. വീട്ടില് കെട്ടിന്റെ കാര്യം വേഗം നോക്കാം. എൻഗേജ്മെന്റിന്റെ കാര്യം. എന്നാടാ അവൻ എന്തെങ്കിലും പറഞ്ഞോ? നീ ഇപ്പോഴും കാര്യം പറയുന്നില്ല കേട്ടോ. അവനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ തോന്നുക. എനിക്കെന്റെ കാര്യം വേണം ചേച്ചി. അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് അറിയാവുന്നതല്ല എല്ലാം. പിന്നെ കെട്ടിയില്ലതേ ഉള്ളൂ. ഇപ്പൊ വെറുതെ വഴക്കുണ്ടാക്കി തന്നോ? അല്ല ഇങ്ങനെ കിടന്ന് കരയാൻ മാത്രം? അല്ലെങ്കിൽ തന്നെ ഇനി എന്നത്തിനാ നീട്ടുന്നേ? ചോദിച്ചാൻ വരട്ടെ കേട്ടോ. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി സംസാരിക്കാം. കേൾക്കുന്നുണ്ടോ നീ? കരയല് കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും. കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കരച്ചിൽ നിർത്താൻ. അവൻ അപ്പത്തെ വിഷമത്തിൽ എന്നതെങ്കിലും പറഞ്ഞതായിരിക്കും. അങ്ങ് വിട്. നീയും തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് രണ്ടും കൂടെ ചക്കര അടയും പോലെ ആവും. അത്രേ ഉള്ളൂ. ഞാനൊന്ന് ഡാനിയെ വിളിക്കട്ടെ, വിളിച്ച് സംസാരിക്കാം കേട്ടോ. വേണ്ട, അവനിപ്പോ വീട്ടില്ല. വീട്ടിലാന്നേ ഇപ്പൊ എന്നാ? നല്ല മൂടിലല്ല. വിളിക്കണ്ട, സാരമില്ല. ഞാൻ പോലും എന്റെ കെട്ടിയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യത്തില്ല. നാളെ ചാച്ചയുടെ അടുത്ത് പോണേ. പാലമറ്റത്ത് പോയി സംസാരിക്കാം. പോകാന്ന്. നല്ല കാര്യത്തിനല്ലേ. നീ കഴിച്ചായിരുന്നോ? ഇല്ല. പ്രാർത്ഥിച്ചായിരുന്നോ? ഇല്ല. ഒന്നും വേണ്ട, ഫോൺ വിളിച്ച് കരഞ്ഞോണ്ടിരി. എന്നത് ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്നാ പറയാനാ? ഇന്നിന് വേറെ പരിപാടിയൊന്നും ഇല്ലേ? ഇല്ല. എന്നാ ചെന്ന് കഴിച്ചേച്ച് പ്രാർത്ഥിച്ചേച്ച് പോയി കിടക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയാവും. എന്നിട്ട് അവനെ വിളിക്കേ. വിളിച്ചാൽ തന്നെ വേറൊന്നും പറയാൻ നിൽക്കണ്ട. ആദ്യം ഞങ്ങൾ വന്ന് കാര്യം സംസാരിക്കട്ടെ കേട്ടോ. ഞാൻ പറയല്ല. കരയല്ലേ നീ? ഇല്ല. എന്നാ ചെല്ല്. നോഹുട്ടിന് ഉറങ്ങിയല്ലേ? എന്റെ കർത്താവേ, ഉറങ്ങി. അവനെക്കാണും കൊതിയാകും. നാളെ നീ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്താൽ മതി.
എന്നാ ഞാൻ വെക്കട്ടെ. ചെല്ല്, കരയല്ലോ കേട്ടോ. ഇല്ല. ആ, വിഷമിക്കല്ലേ. അതെങ്ങനെ എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. ഒരു ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ ഈ വഴക്കൊക്കെ അങ്ങ് സാധാരണമാകും കുഞ്ഞെ. വഴക്കൊന്നുമല്ല. എന്നതാന്നേലും. ഞാൻ വെക്കട്ടെ. ആ ശരി, ഞാൻ നാളെ വിളിക്കാം. മമ്മിയെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ ഈ കോലത്തില്. ശരി. ഓ ഇവൻ എന്ത് തപ്പി തപ്പി മടുത്ത്. നീ ഇവിടെ ഇരിക്കുവായിരുന്നോ പന്നെ? ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയാവോ? മമ്മി വിളിക്കുന്നുണ്ട് നിന്നെ. മമ്മി എന്തേ? താഴെ ഇരിപ്പുണ്ട്. ഞാൻ വന്നറിഞ്ഞു. ആ പിന്നല്ലാതെ നിന്റെ ഫെരാറി ബുറോസും കൂടെ കിടപ്പുണ്ട്. നീ എന്നത്തിനാ കരഞ്ഞേ? നിന്റെ കണ്ണൊക്കെ ചുവന്ന് കിടക്കുവാ. കാട്ടുമാക്കാനെ പോലുണ്ടോ അച്ചാച്ച? ഞാൻ കരഞ്ഞൊന്നുമില്ല. അയ്യോ ഇത് എന്നതാണോ? എന്നെ കൂടെ കുടിച്ചേ. എന്റെ യേശുപ്പച്ചാ, ഈ പിള്ളേരൊക്കെ ഇങ്ങനെ. മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നിന്റെ മുഖത്തെ കാണുമ്പോ അറിയാം. എന്നാ ചെയ്യുന്നേന്ന് പറ ഓപ്പേ. നീ മേക്കപ്പ് ഇട്ട് തരട്ടെ? ഒന്ന് പോവാച്ചേ, നടക്കുന്ന കാര്യം വല്ലതും പറ. നിനക്ക് ഞാൻ ഉണ്ട പറഞ്ഞു തരാം. രണ്ടുപേർക്ക് എന്നേലും വന്ന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഞാൻ വേണം. എന്നിട്ട് ഞാൻ എന്റെ അടിമയാ. എന്റെ കുഞ്ഞോളെ നീ എന്നതേലും ഒന്ന് പറ, എന്നാ ചെയ്യണ്ടേന്ന്. പിന്നെ എന്നത്തിനാ കുടിച്ചേ? ഓ ഒന്നുമില്ല. എല്ലാം എനിക്കറിയാവേ. ആ അറിയാലോ, പിന്നെ എന്നത്തിനാ ചോദിക്കുന്നേ? ഞാൻ ചോദിക്കൂല, നീ പറയണം. എന്റെ ജാട എടുക്കൊന്നും വേണ്ട എന്റെ അടുത്ത്. കുഞ്ഞോളെ നീ കുഞ്ഞ് കളിക്കാതെ കാര്യം പറ, എന്നത് ചെയ്യണ്ടേന്ന്. മമ്മി നല്ല ദേഷ്യത്തില്ല. ചെന്നുടനെ സോഫയിലിരുന്നോണം. നീ ഒന്ന് കുളിച്ചേച്ച് പോയി കിടക്ക് സാറായി. ആ ചെല്ല്, ഈ തലവേദനയും വെച്ചേച്ച്. അവനെ കണ്ടിട്ടേ ഉള്ളൂ തലവേദന. എന്തെങ്കിലും പറഞ്ഞോ ചേട്ടത്തി അവൻ? ബെസ്റ്റ്. കയറ്റിപ്പിടിച്ച മൂന്തയും കൊണ്ടാ കയറി വന്നത്. എവിടെ ചേട്ടത്തി ചോദിച്ചില്ലയോ? എൻ്റെ സാറായി ഒന്ന് പോ. വരുന്നുണ്ട്, ചോദിക്കും നേരിട്ട്. ഉള്ളിൽ തെറ്റ് ചെയ്തൊന്ന് ബോധമുള്ളവരാ തല കുനിച്ചിരിക്കുന്നത്. എൻ്റെ മുഖത്ത് നോക്കാൻ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ കുഞ്ഞായി? മമ്മി എന്നത്തിന് ഡാൻസിന് പേടിപ്പിക്കുന്നേ? മമ്മിക്ക് എന്നെ അറിയണ്ടേ? എന്റെ ഡാൻസിന് വയ്യ, ക്ഷീണവാ. ഒന്ന് ഉറങ്ങാൻ വിടുവോ? കേറിപ്പോടി. ഞാൻ എന്നത്തിനാ കേറിപ്പോന്നേ? ഞാൻ സത്യമാ പറഞ്ഞേ. കേറിപ്പോനെ ഞാൻ പറഞ്ഞത്. അല്ലേലും ഞാൻ എല്ലാവരുടെ അടിമയല്ലേ. ഞാൻ പോവാ. നിന്നോട് ചോദിച്ചത് കേട്ടില്ല ഡാനി. അപ്പൻ്റെയും കുടുംബക്കാരുടെ മുന്നിൽ എന്നെ ഉത്തരം മുട്ടിക്കുന്നതിൻ്റെ സ്ഥിരം പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിക്കും. കുടിച്ച് ബോധമില്ലാതെ വന്നിരിക്കുക എൻ്റെ മുന്നിൽ. ആ മുറി ഞാൻ തീയിട്ട് കത്തിക്കും. കോലം നോക്ക്. തന്തി തള്ളി ഇവിടെ കിടന്ന് നീറുമ്പോൾ ജീവനോടുണ്ടെന്ന് അറിയിക്കാൻ ഇതിൽ കോളെടുക്കത്തില്ലേ? തലവേദന സഹിക്കുന്നില്ല. നീ പോയി കിടക്ക് സാറായി, പിന്നെ സംസാരിക്കാം. ഇരിപ്പ് കണ്ടോ ചേട്ടത്തി? ഞാൻ എങ്ങനെ സമാധാനത്തിൽ പോയി കിടക്കുന്ന? ഇവൻ എന്നെ ഒന്ന് പറയട്ടെന്ന് ചോദിക്ക്. 3-4 ദിവസം ഇവനെ വിശ്വസിപ്പിച്ചേച്ച് എല്ലാ കാര്യങ്ങളെയും മുടക്കിയില്ലയോ? ആ ചെറുക്കൻ തന്നെ കിടന്ന് ഓടുക എല്ലാ കാര്യത്തിനും. അതിനൊരു റെസ്റ്റ് വേണ്ടേ? നഷ്ടത്തിന്റെ മാത്രമാണോ സമാധാനം പറയണ്ടേ? എല്ലാം പോട്ടെ, എവിടെ ആയിരുന്നേലും ഒന്ന് പറയത്തില്ലയോ? മൂക്ക് മുട്ടിയപ്പോൾ കുടിക്കാൻ നിനക്ക് എന്നെ പ്രശ്നപ്പെടാനീ? ചേട്ടത്തി കെട്ടിറക്കാൻ എല്ലാം ചെയ്യ. ഞാനൊന്നും ചോദിക്കുന്നില്ല. എവിടെ ആയിരുന്നോ എങ്ങനെ ആയിരുന്നോ ചോദിച്ചാൽ ഈ ഇരിപ്പേ ഇരിക്കത്തുള്ളൂ. പപ്പ വരട്ടെ, കൊണ്ടിട്ടെനിക്ക് സഹിക്കുന്നില്ല. ഇരിപ്പ് കണ്ടില്ലയോ? ആഹാ, കുഞ്ഞായിക്ക് എന്നെ ഇതിന് മാത്രം പ്രശ്നമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ചേട്ടത്തി ഞാനൊന്ന് കിടക്കട്ടെ, ആലിസ് വരുമെന്നേ പറഞ്ഞുതരും. എന്നെ വിളിക്കണ്ടാവും, ഞാൻ വന്നോളാം. പോയി കിടക്ക്. കുഞ്ഞ്,
ആ ഹലോ, ഡാനി സാറല്ലേ? ആ ഞാൻ അമൃതയാ കേട്ടോ, ഏതമൃത? നേഴ്സ്. ഓ, എന്നെ കാര്യം? ബുദ്ധിമുട്ടായോ സാറേ? നിങ്ങളെ കാര്യം പറ. അല്ല, ആ കൊച്ചിന് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നത്തിന്? അയ്യോ, അത് ഞാൻ പറഞ്ഞ ശരിയാവുകയല്ല. ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുക്കട്ടെ? കൊടുക്ക്. ശരി. എന്നാ ഹലോ, ഡാനിച്ചായനല്ലേ? ആ പറ. ഡാനിച്ചായന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? സുഖല്ലേ? നീ എന്നെ സൂചിപ്പിക്കാൻ വിളിച്ചാന്നോ? കാര്യം പറ കൊച്ചേ. ഞാൻ ചിന്തിക്കായിരുന്നോ, അല്ല ആദ്യം ചേച്ചിയോട് പറയാനാ വിചാരിച്ചേ. ഡാനിച്ചായനല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒരുതരം ശ്വാസം മുട്ടല. എനിക്കാൻ തോന്നണില്ല. പോകാമെന്ന് വിചാരിക്കണോ നാളെ? ശരി, പോ.